എന്താണ് എല്ലാവരുടെ മുഖത്തും ഒരു മ്ലാനത? എക്സാം ആണല്ലേ. ഞാൻ മറക്കൂല. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ആണോ എക്സാം? ഓ, Yes, ma'am. സൂപ്പർ. തേർഡ് ചാപ്റ്റർ ഏതായിരുന്നു? അടിപൊളി ചാപ്റ്റർ ആണല്ലോ തേർഡ് ചാപ്റ്റർ വന്നിട്ട്. പഠനാസൂത്രണം അല്ലേ? നമ്മുടെ ഈ ഒരു സബ്ജക്റ്റില് ഏറ്റവും ഇത് തന്നെയാണോ അത്? ആ, ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പഠനാസൂത്രണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും വാവ് മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാണ്, എക്സാം ഇല്ല അല്ലേ? അല്ല, എക്സാം ഉണ്ട്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. ചടപടീന്ന് സെറ്റപ്പടീന്ന് ആയിക്കോട്ടെ. വീഡിയോ ഓൺ ചെയ്യൂ മക്കോസ്. റെഡി അല്ലേ എല്ലാരും? എന്താണ് ഒന്ന് ചിരിച്ചേ? Yes, ma'am. Yes, ma'am. ഓക്കെ, നോട്ട്സ് ഒക്കെ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? Yes, ചെയ്തോ? ma'am. Yes. വെരി ഗുഡ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ആൻസർ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ, പ്രശ്നമില്ല. ബട്ട് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക. അല്ലാത്തവരെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈനൽ എക്സാമിന് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ അപ്പ പുറത്തെടുത്തിടും. ഒരു കൊല്ലം വേസ്റ്റ് ആയില്ലേ ഇപ്പൊ, അല്ലെ? യെസ്, ഇത്ര കുറച്ച് പേരേ ഉള്ളൂ ഉബൈസ മിസ്സേ. സ്കൂൾ ഓർഗനൈസേഷൻ അല്ലേ, എന്നിട്ട് ഇത് ഇത്ര കുറച്ച് പേര്. എത്ര പേര് ടോട്ടൽ സ്ട്രെങ്ത് എത്ര അർജാന? 32. 32 ഉള്ളതിലാണ് ഇത്ര കുറച്ച് പേര് വന്നേക്കണേ. ഉബൈസ മിസ്സേ എന്ത് ചെയ്യണം? മിസ് ഉണ്ടോ മിസ്സേ? മിസ്സേ കൂയി ഉണ്ടോ? ഇല്ല. അപ്പൊ അർജാന ഒന്ന് അന്വേഷിച്ചിട്ട് എന്റെ അടുത്ത് പറയണോ കേട്ടാ. എന്താണ് ഇത്രയും പേര് വരാതിരുന്ന? അത്രയും പേർക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ടാവില്ല എന്ന് അറിയിച്ചേക്ക് കേട്ടാ. Okay, ma'am. അതായത് ഇന്നത്തെ ക്വസ്റ്റ്യനും ആൻസറും 3 തവണ എഴുതി കാണിച്ചാൽ മാത്രമേ അവർക്ക് ഞാൻ ഇന്റേണൽ മാർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞേക്ക് കേട്ടാ. Okay, ma'am. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഞാൻ Yes. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങുന്നു എനക്ക് വിഷയമല്ല. ഓക്കെ അല്ലെ? ഞാൻ കഴിഞ്ഞ തവണ ഇത്ര മാർക്ക് കുറഞ്ഞവരെടുത്ത് ഇതാക്കോ പൊരിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തോ? മാർക്കിനെ ഞാൻ നോക്കിക്കില്ല. ഏറ്റവും നല്ല മാർക്ക് ഉള്ളവരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യോ. അത് നോർമലി ആരായാലും നോട്ട് ചെയ്യോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുറഞ്ഞതോ ഒന്നും നോക്കിയിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ പങ്കെടുക്കാത്തത് എനിക്ക് ഇഷ്ടമില്ല. എക്സാം എന്ന് പറയുമ്പോ മുങ്ങുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ എനിക്ക് താല്പര്യമുള്ള ഗായ്സ്. എനിവേ തുടങ്ങാം. എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. നല്ല നീറ്റ് ആയിട്ട് ഒരാൾ എഴുതണം. ആരെഴുതും? ഫാത്തിമ തസ്നീം നന്നായിട്ട് നീറ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഇടണം കേട്ടാ. ഫസ്റ്റ് question is question, right? A collection of official office documents are called dash. A collection of official office documents are called dash. ഒരു മാർക്ക്. അടുത്തത് dash is report. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് 1 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. How does the school records helps the teacher
ബ്രാക്കറ്റിൽ എഴുതിക്കോ, റൈറ്റ് 3 points. റൈറ്റ് 3 points. എക്സാമിന് വരുമ്പോൾ ഫുൾ പോയിന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് സമയപരിധി കൊണ്ടാണ് ഞാൻ ഇത്ര തന്നേക്കുന്നത് കേട്ടാ. അതുപോലെ തന്നെ 3 അതേപോലെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഹൗ ഡസ്, എങ്ങനെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, ഇവിടെ കറണ്ട് പോയിരുന്നു. ഹൗ ഡസ് the school records helps the teachers, അല്ലെങ്കിൽ ആ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ 3 എഴുതിക്കോ. ഓക്കെ, കോമ സ്റ്റുഡൻസ്, കോമ സ്കൂൾ. റൈറ്റ് 3 points from each. അങ്ങനെ എഴുതിയാൽ മതി. ടീച്ചർ, സ്റ്റുഡന്റ് ആൻഡ് സ്കൂൾ. അതായത് ഇത് 3 points എഴുതിയാൽ മതി. മാം അതിന് എത്ര മാർക്കാണ്? 5 marks. 5 അല്ല, 6 marks. മൊത്തമായിട്ടാണോ? ആ ഓക്കെ. ഓക്കെ, 6, 7, 8 ആയിട്ടുള്ളത് അല്ലെ. ഒരു മിനിറ്റ്. 8 marks കൊടുത്തേ. 8 marks കൊടുത്തേ. അതിന് 8 marks. അതിന് മുമ്പ് തന്ന 2 ക്വസ്റ്റിന് ഓരോരോ മാർക്ക് അല്ലേ തന്നെ. ഓക്കെ, 8 marks ഇതിന്, ബാക്കി 2 ഓരോരോ മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇത് 3ാമത്തെ ക്വസ്റ്റ്യനാ. ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എത്ര മിനിറ്റ്. ആരെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരോ? A collection of official office documents are called dash. A collection of Official official office documents are called dash. ഓക്കെ. ഇപ്പം പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? അല്ല, തേർഡ് ക്വസ്റ്റ്യൻ. ആണോ? സെക്കൻഡ് ഒന്ന് പറഞ്ഞുതരോ? Dash is report. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എഴുതിക്കോ. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ the documents are classified. How the documents are classified. What are they? ബ്രാക്കറ്റില് explain ചെയ്തിട്ട് എഴുതാ കേട്ടാ. ഓക്കെ, ഇതിനുള്ള മാർക്ക് 10 മാർക്ക്. ഒന്നുകൂടെ പറയോ? How the documents are classified. How the documents are classified. What are they? ബ്രാക്കറ്റില് explain. 10 മാർക്കാണ്. 10 മാർക്കാണ്. Next question is, difference between write the difference between cumulative and narrative documents. ഒന്നുകൂടെ പറയാം മിസ്. Write the difference between cumulative and narrative documents. മാം ഒന്നുകൂടെ പറയോ? കട്ടായി പോയിരുന്നു. Write the difference between cumulative and narrative documents. 5 മാർക്കാണ്.
Next, what is individual learning? What is individual learning? What is individual learning? അടുത്തത് how how is the how is the record prepared? How is the record prepared? The last question. അതിനുള്ള മാർക്കും 5ആണ്. ടോട്ടൽ ഇപ്പൊ എത്ര മാർക്കായി? ടോട്ടൽ ഇപ്പൊ എത്ര മാർക്കായി? ക്യുമുലേറ്റീവ് നരേറ്റീവ് ഡോക്യുമെന്റ്സ് അതിന് എത്രയാ മാർക്ക്? 5 എത്ര മാർക്കായി? ഇൻഡിവിജ്വൽ ലേണിംഗിനോ? 35. ഇൻഡിവിജ്വലിന് 5. ഓക്കെ. 40 ആയല്ലേ? 35 അല്ലേ? ടോട്ടൽ ഇപ്പൊ 35 ആയിട്ടില്ല? 35. 35. ഓക്കെ. അടുത്തത് which are the records preserved in a school? 15 മാർക്ക്. എഴുതി തുടങ്ങിക്കോ. 1.5 മണിക്കൂർ ടൈം തരും. സ്റ്റാർട്ട് ചെയ്തോ. 9:30 9:45 വൈൻഡപ്പ് ചെയ്യാട്ടോ. എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. എല്ലാരെയും സ്ക്രീനിൽ കാണണോ? അല്ലാത്തവരെ ഞാൻ റിമൂവ് ചെയ്യുവേ. സജന, ഫസീല, റസാഖ്. മർജാൻ എക്സാം എഴുതിയവരുടെ ലിസ്റ്റും എഴുതാത്തവരുടെ ലിസ്റ്റും എനിക്ക് തരണേ. ഓക്കെ മാം. സെക്കൻഡ് ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. ഓക്കെ.
ടീച്ചേഴ്സിന്റെ അത് മൊത്തം ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണോ വരുന്നത്? എങ്ങനെ? എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഹൗ ഡസ് ദ സ്കൂൾ റെക്കോർഡ്സ് ഹെൽപ്പ് ടീച്ചർ പിന്നെ ആ സ്റ്റുഡന്റ്, അത് മൂന്നും ഒറ്റ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണോ നമ്പർ ഇടേണ്ടത്? ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്പർ ഇട്ടാ മതി. ആൻസർ എഴുതുമ്പോ ഓരോന്നും 3 പോയിന്റ് വേണം കേട്ടോ. ഓക്കെ ഓക്കെ.
കേട്ടോ മിസ്സേ? മാം ഹലോ യെസ്. കുട്ടികളെ വാഷ്റൂമിൽ കൊണ്ടുപോകാനുണ്ട്. പോയോ? ഹലോ, കുട്ടികളെ വാഷ്റൂമിൽ കൊണ്ടുപോകാനുണ്ട്. ഒന്നുകൂടെ പറയോ? കുട്ടികളെ ഇവിടെ വാഷ്റൂമിൽ ഭയങ്കര കൊണ്ടുപോകാനുണ്ട്. ആ ആ മർജാൻ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഇപ്പൊ ഒരു എക്സാമിന്റെ ലിസ്റ്റ് ഇടും. എക്സാം പങ്കെടുത്തവരുടെ ഓക്കെ. അതിലേക്ക് പങ്കെടുത്തവരൊക്കെ പേരിടണം. കൂടെ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ബ്രാക്കറ്റിൽ ഒരു ഇംഗ്ലീഷിൽ എഴുതണം കേട്ടാ. ഓക്കെ മാം. എന്നിട്ട് മർജാൻ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നിങ്ങള് ഞാൻ കഴിഞ്ഞ തവണ ആക്കി തന്നില്ലേ, നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ടോ അറിയില്ല, ഫെയർ ലിസ്റ്റ് ആക്കിയില്ലേ? ആ അതുപോലെ ഇംഗ്ലീഷ് എഴുതിയവർക്ക് ഇംഗ്ലീഷിനെ തന്നെ കൊടുത്തിട്ട് അതൊരു പെയർ ലിസ്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ.
ഓക്കെ. ഓക്കെ. നമുക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ലെഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ എനക്ക് ഇപ്പൊ ഒന്ന് അയച്ചു വെക്ക, എന്നിട്ട് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യാ. കുറച്ച് കഴിഞ്ഞിട്ട് പേര് കഴിഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അല്ല, വീട്ടില് അനിയത്തിന്റെ ഫംഗ്ഷൻ ആണ്.
മാം നോ മാം. മാം മാം പോയോ? പറഞ്ഞു അതായത് ക്യുമുലേറ്റീവ് ആൻഡ് നറേറ്റീവ് ഡോക്യുമെന്റ്സ് നമ്മൾ സെന്റൻസ് ആയിട്ട് അതുപോലെ എഴുതിയാൽ മതിയോ അതോ ബോക്സിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണോ? നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ പാരഗ്രാഫ് പോലെ എഴുതിയാൽ മതി കേട്ടാ. ഓക്കെ ഓക്കെ. മാം.
മാം പറഞ്ഞോ. ഞാൻ എക്സാം കഴിഞ്ഞു, സെൻഡ് ചെയ്യട്ടെ മാമിന്? ആ എനിക്കിപ്പോ അയച്ചു വെക്ക്. മർജാൻ ഇറങ്ങിയ ഉടനെ ഒന്ന് സെറ്റ് ആക്കണേ. മർജാന പോയോ? ഇല്ല മാം. ഗ്രൂപ്പിൽ വിടണം. ഇറങ്ങിയ വിടണം. ഉടനെ പങ്കെടുത്തവരുടെ ഒരു ലിസ്റ്റ് ഇടുക. എല്ലാവരും അതിലേക്ക് ആഡ് ചെയ്യാം പേര്. ഓക്കെ മാം. മാമിന് പേഴ്സണൽ സെൻഡ് ചെയ്യണ്ടല്ലേ? ഇപ്പൊ ഇറങ്ങിയ ഉടനെ തന്നെ എനക്ക് അയക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പേരിന് അയച്ചു കൊടുക്കുക കേട്ടോ. പേരിന് കിട്ടിയിട്ട്
എല്ലാരും ഇറങ്ങിക്കോ കേട്ടോ, ടൈം ആയിട്ടുണ്ട്. ശരി, എല്ലാവർക്കും എഴുതി അത്ര ആയിരുന്നു കേട്ടോ. ആരാ ഹോസ്റ്റ് എന്നറിയില്ല, ഒന്ന് എന്നെ അടിക്കുക കേട്ടോ. മിസ്സിന് അയക്കാനോ അതോ ആർക്കാ അയക്കണ്ടേ? മിസ്സിനും അയക്കാം, പെയറാക്കിയിട്ട് ആർക്കാണോ പെയറായി കിട്ടുന്നത് അവർക്കും അയക്കാം. ഓക്കെ.